അനിവാര്യം. മറ്റ് സമുദായങ്ങളെല്ലാം ഒന്നിച്ചു നിന്ന് അത് നന്നാകുമ്പോൾ ഈ വിഭാഗവും ഈ ഹിന്ദു വിഭാഗങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്നത് കാലഘട്ടത്തിന് അനുയോജ്യമല്ല, അനുയായികൾക്ക് അതൃപ്തിയല്ല. ആ അനുയായികളായ ആളുകളെല്ലാം തന്നെ യോജിപ്പ് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു സത്യം നിലനിൽക്കുന്നു. നിർഭാഗ്യവശാൽ അത് പിന്നാലെ ആ യോജിപ്പ് വിയോജിപ്പായി മാറി. അത് മനഃപൂർവ്വമല്ല, അവിടെ കൊണ്ട് ഞങ്ങളെ എത്തിച്ചു എന്നുള്ളതാണ് കാര്യം. അതിൽ പ്രധാന ഘടകം സംവരണമാണ്. ഈ സംവരണം എന്നുള്ള വിഷയത്തിൽ എന്നെ മുൻനിർത്തി അന്ന് ലീഗ് നേതൃത്വം പുറകിൽ നിന്നുകൊണ്ട് ഈ സംവരണത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലെല്ലാം കേരളത്തിലും ഇന്ത്യയിലും പല മേഖലകളിലും പ്രതിഷേധങ്ങളും സമ്മേളനങ്ങളും ധർണകളും എല്ലാം നടത്തിക്കുവാൻ SNDP യോഗത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടും മുസ്ലിം നേതൃത്വങ്ങളും അനുയായികളും ലീഗും പിൻബലം നൽകിക്കൊണ്ടും ഒരുപാട് സമരങ്ങളെല്ലാം നടത്തി. അപ്പോഴെല്ലാം തന്നെ ഈ നായർ ഈഴവ ഐക്യം എന്നുള്ള ആ ആശയത്തോട് ലീഗ് വളരെ അസംതൃപ്തിയും അതിനെതിരായ നിൽക്കണമെന്നുള്ള ആഗ്രഹങ്ങളും ആ യോജിപ്പ് സമൂഹത്തിന് നല്ലതല്ല എന്നും സവർണ ഫാസിസ്റ്റുകളാണെന്നും സവർണാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണെന്നും ചാതുർവർണ്ണ്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെന്നും എല്ലാം പറഞ്ഞ് ഞങ്ങളെല്ലാം ഉപദേശിച്ച് നമ്മൾ പിന്നോക്കക്കാരായ നമ്മളെല്ലാം ഒന്നിച്ചിരിക്കണമെന്നും സംവരണ സമുദായക്കാരായ നമ്മളെല്ലാം ഒന്നിച്ചിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വളരെ നാളുകൾ ഞങ്ങളെ നയിച്ചു. പ്രത്യേകിച്ച് അന്ന് LDFൻ്റെ ഭരണകാലമാണ്. ആ LDFൻ്റെ ഭരണകാലം കഴിഞ്ഞ് അവരെ ഇറക്കി നമ്മുടെ ഭരണം വരുമെന്ന്, അന്നിതെല്ലാം നമ്മുടെ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് പരിഹാരമുണ്ടാകുമെന്നും എല്ലാം ഉറപ്പ് തന്നുകൊണ്ടാണ് മുൻപോട്ട് പോയെങ്കിലും ഭരണം പോയി. UDF ഭരണത്തിൽ വന്നു, LDF പോയി. പക്ഷേ അന്ന് ഉന്നയിച്ച ഒരു കാര്യങ്ങളും സംവരണ കാര്യത്തിൽ ഒരു ചുക്കും അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഇനിയൊരു സംവരണത്തിൻ്റെ കാര്യം പറഞ്ഞ് മുമ്പോട്ട് പോയിട്ടും കാര്യമില്ല. ആ സാമ്പത്തിക സംവരണത്തിൽ തന്നെ ഇന്ന് വെണ്ണപ്പാളി കൂടെ വന്നപ്പോൾ അതിൻ്റെ പ്രസക്തിയും ഇല്ലാതായി. അപ്പോൾ ഈ സംവരണം പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടുനടന്നു. ഞാനതിൻ്റെ പുറകെ പോയി എന്നുള്ള സത്യമാണ്. പക്ഷെ കാര്യങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുറ്റബോധം എനിക്ക് മനസ്സിലായി. ചതിക്കപ്പെട്ടു. UDF ആണ് ചതിച്ചതെന്ന് ഇന്ന് ചില പത്രത്തിലുണ്ട്. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ NSS SNDP ആയിട്ട് തെറ്റിച്ചതിൻ്റെ പ്രധാന കണ്ണി ലീഗ് നേതൃത്വമാണ്. ലീഗ് നേതൃത്വം ആണ് NSSനെയും SNDPയെയും തമ്മിൽ തെറ്റിക്കുന്നത് യോജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അകറ്റി നിർത്തിക്കൊണ്ട് ഈ പണികളെല്ലാം ചെയ്തു. അപ്പോഴും അവരെല്ലാം യോജിച്ചു നിന്നുകൊണ്ട് ഭരണത്തിൽ വന്നിട്ട് ഒരു പരിഗണന തന്നില്ല. അവർ തന്നെ ഇപ്പോൾ പറഞ്ഞില്ല, കോളേജിൽ ഞങ്ങൾ അപേക്ഷ കൊടുത്തില്ലെന്ന്. പിന്നെ അപേക്ഷ കൊടുക്കാന്നിട്ടാണ് അവർ ഒരെണ്ണം തന്നല്ലോ ഞങ്ങൾക്ക്. ഞങ്ങൾ എല്ലാ കൊല്ലവും പുൽപ്പള്ളിയിൽ കൊടുക്കാറുണ്ടല്ലോ, എഞ്ചിനീയറിംഗ് കോളേജിൽ കൊടുക്കാറുണ്ട്, ആർട്സ് ആൻഡ് സയൻസ് കൊടുക്കാറുണ്ട്, അവിടെ ഫീസ് കെട്ടി വെക്കാറുണ്ട്. ഇതെല്ലാം നോക്കും, വരും, പരിശോധിക്കും, പോകും. ഇങ്ങനെ അവഗണന മാത്രം അനുഭവിച്ചുകൊണ്ട് വന്ന് ഇന്ന് എവിടെ എത്തി? ഇന്ന് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഐക്യം മാത്രമല്ല, നായാടി തൊട്ട് ഇന്ന് നസ്രാണികൾ വരെയുള്ള ഇവിടെ യോജിപ്പ് അനിവാര്യമാണെന്ന ചിന്തയിലേക്ക് കാര്യങ്ങളെത്തി.